അപ്പോൾ ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രകൃതിനെ കുറിച്ചുള്ളൊരു വീഡിയോ പറയാനായിട്ടാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ടിലാണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം എന്താ ഇങ്ങനെ ഭയങ്കര രസമാണ് മഴയൊക്കെ പെയ്യുമ്പോൾ കാണാം. അപ്പം എനിക്കും ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടത് നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു ഭംഗിയാണ് ആ ഒരു കണ്ടപ്രദേശമൊക്കെ കാണാനായിട്ട്. അപ്പം നല്ലൊരു എന്താ ഒരു ഭംഗിയാണ്. അങ്ങോട്ട് ഇതിലൊരു വഴിയുണ്ട്, ഈ വഴിയിലൂടെ പോകാനായി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സിറ്റൗട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒരു കുട എടുത്തിട്ട് കണ്ടപ്രദേശം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേസ് നമ്മൾ ഈ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇതൊരു ഓടയാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കേട്ടോ പ്രദേശം ഉണ്ടാകുന്നത്. ഇത് ഇങ്ങനെ പോവാം. അപ്പോൾ നല്ല മഴയാണ്, അപ്പോൾ കുട എടുത്തിട്ടാണ് പോകുന്നത്. നല്ലൊരു രസമാണ്. നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. നല്ലൊരു രസമാണ് ഇവിടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഒരു കണ്ടപ്രദേശമാണ്. ചിലപ്പം ഞങ്ങളിവിടുന്ന് മാറുമായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് മാറിയിട്ട് ഇവിടെ പോവായിരിക്കും. ചിലപ്പെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവും. ഞങ്ങളുടെ ഇവിടെ തെരുതരാ വെള്ളമൊക്കെ കയറും. അപ്പം ഇതുണ്ടോ ഞങ്ങൾ പക്ഷെ നല്ല വൈബാണ് ഇവിടെ നിൽക്കാനായിട്ടൊക്കെ. പക്ഷെ ഞങ്ങൾ ചിലപ്പം ബാംഗ്ലൂർക്ക് സ്ഥലം മാറ്റുമായിരിക്കും. അങ്ങനെ ഇവിടെ എന്നും വെള്ളമൊക്കെ കയറും, വീടൊക്കെ മുങ്ങിപ്പോകും. പക്ഷെ നല്ല രസമാണ് ഇവിടെയൊക്കെ നിൽക്കാനായിട്ടും. ഇവിടെയൊക്കെ ഞങ്ങൾ എന്നും വരുന്നതാണ്. അപ്പം മഴ ആയതുകൊണ്ട് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഉണ്ടത് ഇങ്ങനെയാണ് വഴി ഉണ്ടാകുന്നത്. നല്ലൊരു രസമാണ്. കണ്ടപ്രദേശം ഇതൊക്കെയാണ് കണ്ടപ്രദേശം ഉണ്ടോ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും കൂടെ പോയാലാണ് എൻ്റെ വീട്. ആ ഒരു ഭാഗത്താണ് എൻ്റെ വീട്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം പൊങ്ങാനായിട്ടാണ് ഈ ഒരു മഴ പെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചിലപ്പം ഈ മാസം തന്നെ പോവായിരിക്കും. എനിക്കറിയില്ല കൃത്യമായിട്ട്. ഞങ്ങൾ ചിലപ്പം ബാംഗ്ലൂർക്ക് സ്ഥലം മാറ്റും. ഞങ്ങൾ 23 വർഷമായിട്ട് ഈ ഒരു പ്രദേശത്താണ് ഞങ്ങൾ. എന്താ ചെള്ളയൊക്കെയാണ് ഇപ്പം. എന്താ കണ്ടത്തിന് ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയൊന്ന് ശാന്തമായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. ഉണ്ടോ നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ടൊക്കെ. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അല്ലെങ്കിൽ കാണാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. പറയുന്നത് കേൾക്കുമോയെന്നും എനിക്കറിയില്ല. കണ്ടോ ഗൈസ് നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കാനായിട്ട്. പിന്നെ അവിടെ ഒരു കുന്നുമുകളുണ്ട്, കാണുന്നുണ്ടോ ഗൈസ്? അവിടെ ഒരു കുന്നുമുകളുണ്ട്. ഫോണിലേക്ക് വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. ഇവിടെ ഓടയ്ക്കകത്തൊക്കെ വെള്ളമായിട്ടുണ്ട്. നല്ലൊരു രസമാണ്. അപ്പോൾ ആ ഒരു വീട് കണ്ടോ, ആ ഒരു വീട്ടിൽ ഞാനെന്നും ട്യൂഷന് പോകുന്ന ഒരു വീടാണ്. ആ ഒരു വെള്ള വീട് കണ്ടോ ഗൈസ്? കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകുക നല്ലൊരു പുഴയാണ് ഇവിടെ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം. കാരണം ഇവിടെ ഭയങ്കര മഴയാണ്. മഴയില്ലാത്ത ദിവസം ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കൂടി എടുത്തു തരാം. മഴയില്ലാത്തപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര ഒരു ഇതാണ് എന്നുവെച്ചാൽ കൊള്ളത്തില്ല കാണാനായിട്ട്. പക്ഷെ മഴ ഉള്ളപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പറയാം, നല്ല ഒരു രസമാണ്. നമ്മളത് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കുന്നുമോളിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലായിരുന്നു ഞാൻ നേരത്തെ പഠിച്ചത്.
ഞാൻ അവിടെ പഠിച്ചിട്ട് അവിടെ ഒരു വർഷം പോലും നിൽക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ മാറ്റി വേറെ നീർക്കാട്ടിലേക്ക് ആക്കിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പേര് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ 8ാം ക്ലാസ് തൊട്ട് വേറെ ചിലപ്പോൾ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോയിരിക്കും, അല്ലേ ഇവിടെ നാട്ടിൽ തന്നെ പഠിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാംഗ്ലൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇനി ഉള്ളത്. അപ്പം നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്. ഞാൻ വീഡിയോസ് തുടങ്ങിയിട്ടും അധികമൊന്നും ആയില്ല. പക്ഷേ എനിക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോസൊന്നും. എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. എന്നാലും ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. എനിക്ക് പറ്റുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എനിക്ക് അവളെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. അവളെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളപ്പം സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ട് ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു. അപ്പം അവളിപ്പം വേറെ സ്കൂളിലാണ്. ഞങ്ങൾ ഇപ്പം രണ്ടുപേരും വേറെ സ്കൂളിലാണ്. അപ്പം അവൾക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. അവൾക്കിപ്പോൾ 1K ഒക്കെ കഴിഞ്ഞു പോയി. അപ്പം എനിക്കൊത്തിരി സങ്കടമുണ്ട്. എനിക്കിപ്പോഴും 54 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുകയാണ്. ഞാൻ മാസങ്ങളായി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടും ആരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരില്ല. അപ്പം ഞാനൊരു കൊച്ചാണ്, എന്നാലും എനിക്ക് എൻ്റെ ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഉയർച്ച എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഇത് വേണം എന്നുള്ള ഒരിതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലത്തെ ഒരു പൂ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു പൂവാണിത്. കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവാണിത്. കാണുന്നുണ്ടോ? ഇത് അങ്ങനെ ഇവിടെ ഓടയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ പട്ടീനെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. അപ്പം ഏതായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.